ഹലോ നമസ്കാരം. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുകയാണ്. ഇന്ന് ഓണമായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമ്മുടെ കൂടെയുള്ളത്. അത് മറ്റാരുമല്ല, വിരലുകൾ കൊണ്ട് സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ച മലയാളിയുടെ അഭിമാനം വാനോളം ഉയർത്തിയ നമ്മുടെ സ്വന്തം സ്റ്റീഫൻ ദേവസിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്റ്റീഫൻ ദേവസി മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബവും ഇന്ന് കുറച്ച് കുടുംബ വിശേഷങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ചേരുകയാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായും. ഗുഡ് ഈവനിങ്, ഹാപ്പി ഓണം. അപ്പോൾ ഓണമായിട്ട് കുടുംബസമേതം നമ്മുടെ 24ന്റെ പ്രേക്ഷകർക്കൊപ്പം എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഓണാശംസകൾ നേരെയാണ്. എവിടം വരെയായി ഓണാഘോഷമൊക്കെ? ഓണാഘോഷം നമ്മൾ ഓൾറെഡി ഒരു 3-4 സദ്യ കഴിച്ച് ഇന്ന് കഴിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടിരിക്കരുത്. എനിക്ക് സദ്യ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, മോനും ഇഷ്ടമാണ് അത്യാവശ്യമൊക്കെ. ആ ഒരു ഒറ്റപ്പാലം ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ, അപ്പൊ തീർച്ചയായിട്ടും സദ്യ. അതെ, ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് അവിയൽ എന്നൊക്കെ പറയണത് എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും എനിക്ക് അവിയൽ വേണം. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് ഒറ്റപ്പാലത്ത് നിൽക്കുകയാണെന്ന് വെച്ചാലും ഇവിടെ നിൽക്കുകയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിലും എനിക്ക് അവിയൽ എന്നും വേണം. പക്ഷെ ഞാൻ മീൻകറിയുടെ ആളാണ്, കോട്ടയം മീൻകറി. പക്ഷെ സദ്യ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. ഏറ്റവും ഇഷ്ടം പാലട പരിപ്പ് പായസം. അപ്പൊ ഈ ഓണക്കാലത്ത് ഒരു ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഇപ്പൊ ചേച്ചി ഫാമിലിയോടൊക്കെ ഒപ്പം ആളെ കിട്ടാറുണ്ടോ? ഞങ്ങളിപ്പോൾ ആഘോഷം ഈ ഒരു ഇതിൽ കിട്ടിയില്ല വെച്ചാലും ഞാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു 3 ദിവസം ഞാൻ ബ്രേക്ക് എടുത്ത് നമ്മൾ നമ്മുടേതായ ഒരു ആഘോഷം എന്ന് പറഞ്ഞത് 75% ഭക്ഷണത്തിൻ്റെ പേരിലാണ്. പിന്നെ കുറച്ച് എവിടെയെങ്കിലൊക്കെ പോലും വീട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്ക് വീട്ടുഭക്ഷണം വേണം. ചേച്ചി നല്ല കുക്കാണോ? അത്യാവശ്യം ഒരു ഹോം ഫുഡ് 50,000 ഫോളോവേഴ്സ് ഉണ്ട് ഭക്ഷണത്തിന്റെ പേരിൽ. ആസ് എ ഫാദർ അല്ലെങ്കിൽ ആസ് എ പാർട്ട്ണർ എങ്ങനെയാണ് ചേട്ടൻ? ആരെങ്കിലും ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ആസ് എ ഹസ്ബൻഡ് പേടിക്കണ്ട. എനിക്കൊരു കുറച്ച് വീട്ടില്ല. പറയാനുണ്ട്. As a husband, as a family man, as a husband, as a father, he is amazing. From I think first day of our marriage, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, he is a family person. കല്യാണത്തിന് മുമ്പേ he is a very good son, he is a very good brother. പിന്നെ ഈ ഇംഗ്ലീഷ് പറയണ എന്താ അറിയോ, പെട്ടെന്ന് ഇമോഷണൽ ആവുമ്പോൾ ആള് ഇംഗ്ലീഷ് പറയാം. അതായത് എന്തേലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചീത്ത പറയുമ്പോൾ എല്ലാം ഇംഗ്ലീഷിൽ വരാം. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് മലയാളം പറഞ്ഞോ. ഒരു ഹസ്ബൻഡിനെക്കാട്ടിലും ഉപരി ഞാൻ കണ്ടെടുത്തോളം ഒരു അമേസിങ് ഫാദറാണ്. ഹീസ് ഓൾവേസ്, ഐ മീൻ ഹീസ് അവൈലബിൾ ഫോർ അസ്. പക്ഷെ ഒരു ഫാദർ എന്നുള്ളൊരു നിലയിൽ ഹീസ് റിയലി, ഐ മീൻ അവൻ പറയാനായിരിക്കും ഒന്നുകൂടെ ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞില്ലെങ്കിൽ വാക്കുകൾ വരില്ല. സോ ഹീസ് ഓൾവേസ് ദെയർ, ഹീസ് ഓൾവേസ് അവൈലബിൾ. എത്ര ബിസി ആണെങ്കിലും ആള് ഞങ്ങളുടെ കാര്യം എപ്പോഴും ആളുടെ ഇതിലുണ്ടാവും. ലൈക്ക് ഹി വിൽ ഓൾവേസ് ബി അവൈലബിൾ. കോളിലാണെങ്കിലും ആളെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതൊക്കെ എങ്ങനെയാ? ഒരു മാരേജ് അതൊക്കെ എങ്ങനെയായിരുന്നു? അത് നിന്റെ വർഷം പറഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ വർഷം പറയാം. ആക്ച്വലി ഞങ്ങളുടെ പേരൻസ് ഒത്തിരി ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു ദുബായില്. ചേട്ടന്റെ ഫാദറും മദറും ദുബായിലുണ്ടായിരുന്നു കുറേ വർഷം, ചേട്ടൻ ജനിക്കുന്നതിന് മുമ്പേ. അപ്പം എൻ്റെ പേരൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര ഒരു ടൈറ്റ് ചേർച്ച് ഫ്രണ്ട്സ്, നെയ്ബേഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ടച്ചിലല്ലായിരുന്നു. ഇവരൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുബായിലുണ്ടായിരുന്നു. കുറേ വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് കാണാനൊരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയല്ല, ചേട്ടനും കുഴപ്പമില്ലാന്ന് തോന്നി. ഞാനൊരു പ്രോഗ്രാമിന് പോയതാ ദുബായിൽ. ചേട്ടൻ അറിഞ്ഞില്ല പെണ്ണ് കാണാൻ പോവാന്ന്. ഓ ശരി. പ്രോഗ്രാമിന് പോയിട്ട് അപ്പോൾ സാധാരണ പ്രോഗ്രാം കഴിഞ്ഞാൽ അപ്പം തന്നെ രാത്രി തിരിച്ചു വരും. അങ്ങനെ ഞാൻ ദുബായിൽ അധികം പ്രോഗ്രാം കഴിഞ്ഞ് എനിക്ക് തിരിച്ച് എങ്ങനെയും വീട്ടിൽ വരാം. കാരണം ഒന്നാമത് നല്ല തിരക്ക് വർക്കുകൾ. അന്ന് ഞാൻ കുറേ മ്യൂസിക് പ്രോഗ്രാം ചെയ്യായിരുന്നു സിനിമകൾക്ക്. കാരണം പല മ്യൂസിക് ഡയറക്ടർക്കും വേണ്ടി വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ തിരിച്ച് നാട്ടിൽ വരണം എന്നുള്ള. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ ബ്രദറാണ് അന്ന് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നാളെ ഒരു ദിവസം നമുക്ക് നിൽക്കാം. ഓക്കെ. പിറ്റേ ദിവസം നിന്ന് ഞാൻ ഉറക്കണ്ടീക്കണേക്കാട്ടിലും മുമ്പ് എനിക്ക് പെട്ടെന്ന് ഒരു ഷർട്ട് എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഞാൻ ഒന്നാമത് ഷർട്ട് ഇടാറില്ല. അപ്പോൾ പറഞ്ഞു ഷർട്ട് ഇടാറില്ല, പറഞ്ഞു ടീഷർട്ടായിട്ട് തെറ്റിയിരിക്കണം. അപ്പോൾ നീ ഷർട്ട് ഇട്ടിട്ട് വേഗം വാ, റെഡിയാവ്, നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെ പോകണം, ഈ രാവിലെ തന്നെ എവിടെ പോകണം? അപ്പോൾ പറഞ്ഞല്ല ഒരാളെ കാണണം, കുറച്ച് ഒരു ഫാമിലി ഉണ്ട്. പിന്നെ വെച്ചാൽ എന്താ കറക്റ്റായിട്ട് പറയാൻ പറഞ്ഞല്ല, പെണ്ണ് കാണാൻ പോവാ. എൻ്റെ ദൈവമേ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെണ്ണ് കാണാൻ. ഓക്കെ ശരി എന്നാൽ അങ്ങനെ പോയി കണ്ടു. ഞാൻ ആക്ച്വലി നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ, തിരക്കും. എങ്ങനെയാണ് മറ്റേ ജയറാമേട്ടൻ പറയണോ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല, 2 മാസം കഴിയണമെന്ന് പറഞ്ഞാൽ
അങ്ങനെ വെച്ചു. പിന്നെ ഞാനും ആളെ അധികം പ്രോത്സാഹിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ക്ലോസ് ചെയ്യാം. താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ എപ്പോഴാണ് ഞാൻ ആക്ച്വലി ഞാനും കാണാൻ പോയപ്പോ എന്റെ സൈഡ് ഓഫ് ദ സ്റ്റോറി പറഞ്ഞാൽ ഞാനും മെന്റലി റെഡി അല്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഈ ഒരു ആലോചന കെയിം ആസ് എ സർപ്രൈസ് ടു മീ ഓൾസോ. അപ്പം പേരൻസ് തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് കാരണം അവര് പ്ലാൻ ചെയ്ത ഒരു കാര്യം. അപ്പം മെന്റലി പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചേട്ടൻ എന്നോട് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യനാ, നിനക്ക് വലിയ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഡോണ്ട് ബി ഫോഴ്സ്ഡ് ഇൻ ടു ഇറ്റ്. അപ്പൊ എനിക്ക് തോന്നി ആളുടെ എന്നോടുള്ള ഒരു കൺസിഡറേഷൻ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആക്ച്വലി ഒരു വേണ്ടാന്നുള്ള രീതിയിൽ ആളോട് പറയാന്നുള്ള ഒരു ചിന്തയിലാണ് പോയത്. പക്ഷെ ആളുടെ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ വീണു എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു നമ്മുടെ ഒരു നമുക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സമയം താ, സ്ലോലി വിൽ ഗെറ്റ് ടു നോ ഈച്ച് അതർ. ചേച്ചി ബൈ പ്രൊഫഷൻ എന്താണ്? ഞാൻ പ്രൊഫഷനിലേക്കൊന്നും കിടക്കാനുള്ള അവസരം ഉണ്ടായില്ല. ഞാൻ ബയോടെക്നോളജിയാണ് പഠിച്ചത്, എഞ്ചിനീയറിംഗ്. നേരെ മീൻസ് മെയ്യിൽ ഞാൻ പാസ് ഔട്ടായി, നവംബറിൽ കല്യാണമായിരുന്നു. അപ്പൊ പിന്നാണ് വരുമ്പോൾ നമുക്കറിയാലോ ഒരു മ്യൂസീഷ്യൻ ആണ്, അല്ലെങ്കിൽ നമുക്കൊരു അത്രയും ഒരു സ്റ്റേജ് പെർഫോമർ ആണെന്നില്ല, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങള് ഈ ചെറുപ്പത്തില് ഒരേ ചർച്ചിലൊക്കെ ആയോണ്ട് എന്റെ ബ്രദർ ഒരു മ്യൂസീഷ്യൻ, ചേർച്ച് മ്യൂസീഷ്യനാണ്. അപ്പൊ ആളിങ്ങനെ കാണിച്ചു തരും ടി വിയിൽ, ഇതാണ് ബേബി അങ്കിൾ എന്നാണ് ചേട്ടന്റെ ഫാദറിനെ ഞങ്ങൾ അന്ന് വിളിച്ചിരുന്നത്. ബേബി അങ്കിളിന്റെ മോനാണ് ഇപ്പൊ വലിയൊരു സെലിബ്രിറ്റി ആയി. അപ്പൊ ഞങ്ങളത് ടി വിയിൽ കാണുമ്പോൾ വി വുഡ് ബി പ്രൗഡ്, ബിക്കോസ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരു ആളായതുകൊണ്ട് വി വുഡ് ഫീൽ വെരി പ്രൗഡ്. ആൻഡ് നമുക്ക് അറിയാവുന്ന ഒരാളാണ്, പക്ഷെ ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾ മീറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ആർക്കും, ബിക്കോസ് ഹീസ് ഓൾവേസ് ബിസി. ബ്രദർ എന്ന് പറഞ്ഞപ്പോൾ ഇവളുടെ ബ്രദർ ഞങ്ങൾ പെണ്ണ് കാണാനെക്കാട്ടിലും മുമ്പ് ഒരു 4 മാസം മുമ്പ് സ്വപ്നം കണ്ടു ഞങ്ങളുടെ കല്യാണം. അത് ഭയങ്കര സർപ്രൈസ്. പോയ അത് അപ്പൊ ഞെട്ടിപ്പോയി. അങ്ങനെ കുറച്ച് സയൻസ് ഉണ്ടായിരുന്നു, നമ്മൾ വിശ്വസിക്കില്ല, ഒരു സ്പിരിച്വൽ സയൻസ്. അപ്പൊ ആളെന്തോ ഒരു സ്വപ്നം കണ്ടതാണ് ചേട്ടൻ അവിടെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടൊക്കെ. അപ്പോ ഈ ആലോചന വന്നപ്പോ എല്ലാരും ഷോക്കായി പോയി. എന്തോ അത് ദൈവത്തിന്റെ ഒരു ഉദ്ദേശം. നേരത്തെ അത് യൂണിവേഴ്സ് തീരുമാനിച്ച ഒരു കാര്യം. അതിപ്പോ ഒരു വിഷമം എന്താ ചെയ്തൊന്നും കാണാനും കേൾക്കാനും ഇവന് ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇങ്ങനെ അടുത്തിരുന്ന് കഥ കേൾക്കാൻ പറ്റിയില്ലേ? excited ആയിട്ട് കേൾക്കുക. ഇത് നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കഥകളൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഇപ്പൊ ചേട്ടാ നമ്മളിങ്ങനെ മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ചേട്ടൻ എന്തെങ്കിലും നേരിട്ടാണെങ്കിൽ ചോദിക്കണം, എന്തുകൊണ്ടായിരുന്നു ഈ ഒരു ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ വേറെ എന്തായിരിക്കും? പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഈ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് അത്ര പോപ്പുലർ അല്ലല്ലോ. ഇപ്പൊ അത്യാവശ്യം ഒക്കെ ഉണ്ട്, പക്ഷെ ചേട്ടക്ക് തുടങ്ങുന്ന സമയത്ത് അത് അത്രയും പോപ്പുലർ അല്ലല്ലോ അല്ലേ? അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഫാദറാണ്. അദ്ദേഹത്തിന് ഹാർമോണിയം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് ഹാർമോണിയം ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഓർഗനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ എനിക്ക് നമ്മളൊക്കെ ഈ ചെറുപ്പം മുതലേ വീട്ടിലൊരു സ്റ്റീരിയോ, അന്നൊക്കെ സ്റ്റീരിയോ ഡെക്ക് എന്നാണല്ലോ പറയുക. ഈ ഡെക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അതൊന്നും അറിയണ്ടാവില്ല, ആ കാലഘട്ടം അറിയോ? ടേപ്പ് റെക്കോർഡർ അത് കേട്ടിട്ടുണ്ടോ? ആണോ? കാസറ്റ് അതൊക്കെ അറിയാം, CD അതൊക്കെ അറിയാം. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ പെട്ടുപോയി ചേച്ചി. അതെ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അതറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ വീട്ടിൽ ഞാൻ പോകുന്ന പള്ളിയിൽ പാട്ടുണ്ട്, പിന്നെ അപ്പുറത്ത് വേറൊരു പള്ളിയിൽ ഞാൻ പോകുന്ന അവിടെ പിയാനോ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സംഗീതത്തിനോടൊരു ഇഷ്ടം. പിന്നെ തൊട്ട് പുറകിലൊരു അമ്പലമുണ്ട്, അവിടെ നിന്ന് എപ്പോഴും എല്ലാ ദിവസവും വൈകുന്നേരം കിളിക്കാവുന്ന ഒരു പാട്ട് വരും. അതൊക്കെ ഭയങ്കര അന്ന് ആ ഒരു വൈബ്രേഷൻ ഭയങ്കരമല്ല, ആ ഒരു വൈബ് ഭയങ്കരമല്ല. തൊട്ട് മുമ്പ് നല്ല പള്ളിയിലത്തെ മണിയടിക്കാം. അപ്പോൾ അങ്ങനെ സ്കൂളിലാവുമ്പോഴും പാട്ട് പഠിപ്പിക്കുന്നു, നമ്മൾ ക്രിസ്ത്യൻ ഗോസ്പൽ സോങ് ഒക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ പാട്ടിനോടൊരു ഇഷ്ടം അന്ന് മുതലേ ഉണ്ട്. പിന്നെ ഗാനമേള വരും എല്ലാ വർഷവും, അമ്പലത്തിലെ ഗാനമേള ഞാൻ എന്തായാലും കാണാൻ പോകും. തിരക്കൊക്കെ ആണെങ്കിലും സൈഡിലൊക്കെ നിന്ന് നമ്മൾ കാണും. അന്ന് കുറേ നല്ല ഓർക്കസ്ട്രകളൊക്കെ പാടുന്നതും ഒക്കെ നമുക്കൊരു ഇഷ്ടം. അപ്പോൾ സംഗീതത്തിനോടും ഒരു ഇഷ്ടം ഇതും. പിന്നെ ഡാഡിയുടെ ഒരു എൻകറേജ്മെൻ്റ് ആണ്. അദ്ദേഹം പാട്ട് പാടും, അദ്ദേഹത്തിന് കൊയറിലൊക്കെ പാടുമായിരുന്നു. അദ്ദേഹത്തിന് ബിസിനസ്സായിരുന്നു, പക്ഷേ ഇതൊക്കെ പാഷൻ ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഡാഡിയുടെ വിചാരം ഇവരെയും പഠിപ്പിച്ചൊരു പാഷനായിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ച്. അതെ, ആ സമയത്ത് അപ്പോൾ ശരിക്കും വിചാരിച്ചിരുന്നു. കാരണം ഇപ്പൊ നമുക്ക് ഒത്തിരി ലൈവ് ഷോസ് ഇവന്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അന്ന് അത്രത്തോളം ഇല്ലല്ലോ. ഇല്ല, അതായിരുന്നു എനിക്കുള്ള ചലഞ്ച് എന്ന് വെച്ചാൽ ഡിഗ്രി പഠിച്ചിട്ട് ഒരു ജോലി, ഗൾഫിൽ, ഡാഡി ഗൾഫിൽ ബിസിനസ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം.
അന്ന് നമ്മൾ ഭയങ്കര നന്നായി പഠിക്കൂല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ രക്ഷപ്പെട്ടു പോണ ആൾക്കാരാണ്. പക്ഷെ മ്യൂസിക്കിനോട് ഇഷ്ടം കൊണ്ട് മ്യൂസിക് കൂടുതലായി, പഠിപ്പ് കുറഞ്ഞു. അപ്പോൾ പ്രീ ഡിഗ്രി പിന്നെ വളരെ വിജയിച്ച് തോറ്റപ്പോൾ ആ സമയത്ത് ഇതിനോട് ഇഷ്ടം കൂടി. ഇപ്പോൾ ഡാഡി പറഞ്ഞു അങ്ങനെയല്ല, വീട്ടിൽ നീ ജോലിക്കുള്ള എന്തെങ്കിലും സമ്പാദിച്ച് റെഡിയാക്കണം, അതിനുള്ള എഡ്യൂക്കേഷൻ ഉണ്ടാക്കണം, സംഗീതം പോരട്ടെ. പക്ഷേ അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി വേറെ ഒന്നും വേണ്ട, എനിക്ക് സംഗീതം മതി. അതൊരു ചാലഞ്ചായിരുന്നു. അത് മറികടക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അവസരം വരണം. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പ്രോഗ്രാംസ് കിട്ടി, ഹരിഹരൻ്റെ കൂടെ വായിക്കാൻ തുടങ്ങി. അപ്പം തന്നെ വിചാരിച്ചു ഇനി സംഗീതമാണ് ഇനി ജീവിതം. ഒരുപാട് ലെജൻസിന്റെ കൂടെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇളയരാജ, AR, അങ്ങനെ ഒരുപാട് മനുഷ്യന്മാരുടെ കൂടെ. അപ്പോൾ ഏതൊരു മൊമെന്റ് ആണ് ഇതാണ് എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓരോ പ്രോഗ്രാംസിന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രചോദനം ഉണ്ടല്ലോ, എപ്പോഴും ഒരു പ്രചോദനമുണ്ട്. ഒരാൾ വന്നിട്ട് നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അല്ലേ നമുക്കത് തുടരാൻ തോന്നും. അതാണ് എനിക്ക് കിട്ടിയത്. അല്ലാതെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ മാറി അങ്ങനെ സംഭവം അപ്പോൾ ഉണ്ടായിരുന്നു. രസകരമായിട്ട് തോന്നുന്നത് ഈ സ്വരങ്ങൾ പാടി തന്നിട്ട് അറ്റ് ദ സെയിം ടൈം തന്നെ അത് ഭയങ്കര ഫാസ്റ്റിൽ വായിക്കുന്ന കാണുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ വിരലുകൾ ഇത്രത്തോളം ഫാസ്റ്റിൽ മൂവ് ചെയ്യുന്നതെന്നുള്ളത്. ബേസിക്കലി ഇത് അതിന് ഞാൻ വേറൊരു ഇൻ്റർവ്യൂ തരാം. അതായത് മസിൽ മെമ്മറിയാണ് ആക്ച്വലി. ഇപ്പോൾ അതാ നീ ഇപ്പോൾ നമുക്ക് വാച്ച് തുടരുമ്പോൾ ഈ കൈ ഇങ്ങോട്ട് വന്നില്ലേ, അതെന്താ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അതിനവർ പറയും മസിൽ മെമ്മറി. മസിൽ മെമ്മറി എല്ലാത്തിനും ഉണ്ട്. നമുക്ക് സംസാരിക്കുന്ന നമ്മുടെ ത്രോട്ട് മസിലാണ് എല്ലാത്തിനും. അപ്പോൾ വായിക്കുന്നതിനും അത് ഉപാസനയാണ്. നമ്മളിത് പറഞ്ഞിട്ടാണ് നമുക്കത് യൂസ്ഡായി അല്ലേ. അപ്പോൾ മൂക്കി പിടിക്കണ ഇങ്ങനെ, മൂക്കിലേറെ ഇങ്ങനെ പിടിക്കുമോ? ഇല്ല, അത് വിരലാണ് എപ്പോഴും. അത് വിരലിനറിയാം ആ സമയത്ത് പോകണം. അതുപോലെ ഇതിനൊരു മസിൽ മെമ്മറി. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അതിന് സ്റ്റീഫൻ ഡേഴ്സി വലിയൊരു കാരണമായിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ടോ? നമുക്ക് ചിലത് ഓരോ മുഖാന്തരമാണ്. അത് ഞാൻ അതിനു വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല. നമ്മളത് ചെയ്തപ്പോൾ ചില ആൾക്കാരത് ഏറ്റെടുത്തു. പക്ഷേ എൻ്റെ ഗുരുനാഥൻ എപ്പോഴും ഒരു കാര്യം പറയായിരുന്നു, നിന്നെ ഓർക്കണം എന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെൻ്റ് കണ്ടാൽ നിന്നെ ഓർക്കണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം. അത് എപ്പോഴും എൻ്റെ അടുത്ത് പറയാം. അന്ന് എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ അത് പറയുമ്പോൾ എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ തുടങ്ങി. ചിലപ്പോൾ തബല എന്ന് പറയുമ്പോൾ അത് സാക്കിർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു ലെജൻഡാണ്. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ കീബോർഡ് എന്ന് പറയുമ്പോൾ നിന്നെ ആൾക്കാർ ഓർക്കണം, അതുപോലെ നീ പഠിക്കണം, അതുപോലെ ആവണം. അപ്പോൾ അത് മോൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ മോൻ ഏകദേശം നല്ല മോനൊരു കൊച്ചു സ്റ്റീഫൻ ഡേഴ്സി ആണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എങ്ങനെയാണ് അച്ഛൻ്റെ അതേ പാതയിൽ തന്നെ പോയാൽ മതി, അല്ല എനിക്ക് കുറച്ചധികം ഇൻസ്ട്രുമെന്റ്സ് എൻ്റെ കയ്യിൽ വേണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല, പിയാനോണ് മെയിൻ, പിന്നെ സൈഡില് വായിക്കുന്നുള്ളൂ. എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഇങ്ങനെ ചെയ്യും. പിയാനോ പക്ഷെ പഠിക്കുന്നത് അദ്ദേഹം പിയാനോ ആണ് അല്ലേ. വേറെ എന്തൊക്കെയാണ് ഇഷ്ടം പറ? ഒരു കളക്ഷൻ ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു കളക്ഷൻ ഉണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം ചെയ്യും. ഞാൻ കുറേ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യും. അദ്ദേഹം എന്നെ ചിലപ്പോൾ വിളിക്കും, ഒരു പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. റൂമിൽ ഫുൾ ഇരുട്ടായിരിക്കും, ചെറിയ ലൈറ്റ്സൊക്കെ വെച്ച് അദ്ദേഹം തന്നെ ലൈറ്റൊക്കെ അദ്ദേഹം അറേഞ്ച് ചെയ്യുക, സ്മോക്ക് അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഒരു ചെറിയൊരു ഷോ, ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഷോ അദ്ദേഹം അവിടെ പെർഫോം ചെയ്യും. പിയാനോ അല്ലാതെ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും കുറച്ചധികം ഇഷ്ടമാണോ? അപ്പോൾ എങ്ങനെയാണ് ഇപ്പം അച്ഛൻ അതിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക? അച്ഛൻ എല്ലാ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പിയാനോ മാത്രം മതി അങ്ങനെ അറിയില്ല? അച്ഛൻ അങ്ങനെ അറിയില്ല. ഒരു ഇൻസ്ട്രുമെൻറ്റിൽ മാസ്റ്റർ ചെയ്യണം, അത് ഏതൊരാൾക്കും അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ പറയാം, ഒരു മാസ്റ്റർ ഇൻസ്ട്രുമെൻ്റ് എന്തെങ്കിലും വേണം, ബാക്കി എന്ത് വേണേലും ചെയ്തോട്ടെ. ഇപ്പം മോന് സ്കൂളിൽ പോകുന്നില്ലല്ലോ, ഹോം സ്കൂളിംഗ് അല്ലേ നടന്നത്. അത് ഇത് ഈ പറഞ്ഞതുപോലെ ഈ സംഗീതമാണ് ഏറ്റവും പ്രധാനം. ആ ഒരു പണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ, പണ്ട് സ്കൂളിംഗ് കഴിഞ്ഞിട്ടായിരുന്നു മ്യൂസീഷ്യനൊക്കെ അല്ലെങ്കിൽ മ്യൂസിക്കിനൊക്കെ ഉള്ള ഒരു പ്രാധാന്യം. പക്ഷെ അപ്പോൾ ആ ഒരു സാധനം വെച്ചിട്ടാണ് ഇപ്പം അങ്ങനെ ഹോം സ്കൂളിംഗ്. എനിക്ക് തോന്നിയത് നമുക്ക് ഏറ്റവും ഇല്ലാതെ പോകുന്നൊരു കാര്യം എന്താ ജീവിതത്തിൽ? സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ എനർജി പലതിലും നമ്മൾ എവിടെ ഇടണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും, എവിടെയാണ് നമ്മുടെ കറക്റ്റ് എനർജി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതം, ഫാമിലി, സുഹൃത്തുക്കൾ, പിന്നെ ഇപ്പോൾ ഈ ഒരു പരിപാടി, ഇതിനപ്പുറം വേറെ ഞാനൊരു എനർജി, ഒരു സിനിമ പോലും കാണാൻ അത് പോവാന്ന് പറയുമ്പോൾ സിനിമ കാണാൻ ഇഷ്ടമാണ്. എവിടെയെങ്കിലും TV ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കാണാം, അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണുക എന്നല്ലാതെ അതിനുവേണ്ടി മെനക്കിടുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സമയം പോകുമല്ലോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. അപ്പോൾ എപ്പോഴും ഞാനും വിചാരിച്ചു അധികം നമുക്ക് എവിടെ വേണ്ടത് ഒരു ട്രേഡ് വേണം. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ചൂസ് ചെയ്ത ട്രേഡ് ഇതായിരുന്നില്ല അല്ലേ. നീ ചിലപ്പോൾ BCom പഠിച്ചിട്ടുണ്ടാവും, നീ BSc പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ചെന്നെത്തിയത് എവിടെ?
അത് സത്യം പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാര് ഉണ്ണിച്ചേട്ടൻ എന്നെ വിളിക്കും, ഞാൻ എന്താ നീ പറയണതെന്ന് പറയും, അത് വേണ്ട. അപ്പൊ ഞാൻ പറയണത്, നമുക്ക് എന്താണ് നിന്റെ അച്ഛനും അമ്മയും നിന്റെ ആഗ്രഹിക്കുന്നത് അത് അവരെ ഫോഴ്സ് ആ സമയത്ത് ഫോഴ്സ് അല്ല ചെയ്യുക, അത് കാണിച്ചു കൊടുക്കുക. ഇതാണ് മോനെ, ഇത് വലിയൊരു കാര്യമാണ്. ഒരു 17 വയസ്സ് കഴിയുമ്പോൾ അവനത് മാസ്റ്റർ ആവും ആക്ച്വലി, അല്ലേ? അവതാരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാസ് ആൻഡ് മീഡിയ ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ മാസ് ആൻഡ് മീഡിയ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾ ഒരു 13 വയസ്സിൽ ചെയ്തായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ ലെവലിലേക്ക്, അല്ലെങ്കിൽ വലിയ ലെവലാണ് പറയാൻ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ ഇവളോട് അത് പറയും, ഇപ്പോൾ കുക്കിംഗ് ആണ് ഇഷ്ടമോ, അല്ലെങ്കിൽ ആ ഒരു സാധനം മുന്നേ തന്നെ കുട്ടികളിലെ മാതാപിതാക്കൾ നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ വെറുതെ പശുക്കളെ മാരെ അഴിച്ചു വിടരുത്. അവർക്ക് എന്താ ആഗ്രഹം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുക. കാരണം എൻ്റെ 2-3 സുഹൃത്തുക്കൾ ഇങ്ങനെ ചെയ്തു. ഈ ഹോം സ്കൂളിംഗ് ഐഡിയ ചേട്ടൻ്റെ ആയിരുന്നല്ലോ അല്ലേ? അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേനും അയ്യോ അത് വേണമെന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നോ? നാളത് പുഷ് ചെയ്യാൻ നോക്കി, കൊറേ വീട്ടിൽ കുറെ ഇംഗ്ലീഷ് കേൾക്കേണ്ടി വന്നിരിക്കും. കൊറേ നാള്. കാരണം ഒരാളേ ഉള്ളൂ, അപ്പോ അവന് കുറച്ച് നാള് ഈ സോഷ്യൽ ഒരു ലൈഫ് സ്കൂളിൽ പോകുമ്പോ അതൊരു കാര്യം മിസ് ആവുമല്ലോ, അതും കൂടെ. പിന്നെ അവന്റെ മെയിൻ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഡാഡി പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. അവന് ഭയങ്കര, അതായത് ഞാൻ വന്ന ഹോളിഡേ ആണ്, അവന്റെ വിചാരം അത് ഹോളിഡേ. ഞാനാണ് അതിന്റെ കാരണക്കാരൻ. അത് ഞാൻ പറയാം, മോൻ എന്ന് പോട്ടറ. എന്നിട്ട് ഞങ്ങൾ വണ്ടിക്ക് എടുത്തൊന്ന് പോയി റൗണ്ട്. കാരണം എനിക്ക് എപ്പോഴെങ്കിലും ഇവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആലോചിച്ചിട്ടാണ് ഞാൻ വരിക. അപ്പൊ കുറച്ച് സ്കൂളൊക്കെ മിസ് ആയി തുടങ്ങി. പിന്നെ അപ്പം അമ്മമാർക്കായിരിക്കുമല്ലോ നോർമലി ടെൻഷൻ വരിക, അറ്റൻഡൻസ് ഉണ്ട്, പിന്നെ പഠിപ്പിക്കണം, എക്സ്ട്രാ പഠിപ്പിക്കണം. അപ്പൊ ആ പഠിപ്പിക്കണതിൽ ഇവര് തമ്മിലൊരു സ്നേഹപ്രകടനം ഉണ്ട്. ആ പ്രകടനം കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ച് ഈ പരിപാടിയെ വേണ്ട, പഠിപ്പ് നിർത്താം. സ്കൂളിലോട്ട് പിയർ ഗ്രൂപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ടല്ലോ. വേറെ ഫ്രണ്ട്സ് വേണം, ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഒരുമിച്ച് പഠിക്കണം, സ്കൂളിൽ പോയിട്ട് നോർമൽ സ്കൂളിംഗ് പ്രൊസീജിയർ വേണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ആ സമയത്ത് ചെറിയൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ബോംബെയിൽ പോകും, ബോംബെയിലിരുന്ന് വീട്. ഇടയ്ക്ക് ബോംബെ പോകുമ്പോ പിന്നെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യില്ല, അവര് ഇടയ്ക്ക് കാണുമല്ലോ. പിന്നെ ഇവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഹോം സ്കൂളിംഗിൽ തന്നെ നമ്മുടെ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവരുടെ പിള്ളേരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ മീറ്റ് ചെയ്യാനും ആനുവൽ പ്രോഗ്രാംസ് ഒക്കെ നടത്തും. നമ്മൾ ചിലപ്പോഴേ അതിന് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അവര് ഒരു കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ ഹൈദരാബാദിലൊക്കെ പോകണം, അവരുടെ സെന്റർ അവിടെയാണ്. അപ്പോൾ നമ്മളുണ്ടെങ്കിൽ വിൽ ട്രൈ ടു, അല്ലെങ്കിൽ അവനെ കുറെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് ഒക്കെ. ഞാനൊരു ചോദ്യം പറയാം, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇതിന്റെ ബാക്കിയാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചല്ലേ, നിങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇവളും പഠിച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ഫ്രണ്ട്സിനെ നീ ഓർക്കും? പെട്ടെന്ന് ഓർക്കുമ്പോ എത്ര പേര് ഓർക്കും? പറ. ഞാൻ പറയണോ? ഒരു വിരലിൽ പേര് പറയണ്ട, നമ്പർ പറ. അങ്ങനെയൊക്കെ 10 പേര്. ഓഫ് കോഴ്സ്. ആ 10 പേര് മതിയില്ല നമുക്ക്. നീ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു 500 പേരുടെ കൂടെ പഠിച്ചിട്ടുണ്ടാവില്ലേ? അല്ല വേണ്ട, 200 പേര് വെച്ചോ. 200 അല്ലേ? ഞാനും അതെ. അന്നൊക്കെ 20-25 പേരാണ് ഒരു ക്ലാസ്സിൽ. 10 ക്ലാസ് 200ആയി. കോളേജിൽ എത്തുമ്പോൾ കുറച്ചുകൂടി വലിയതായി. ഞാൻ 2 വർഷം പ്രീ ഡിഗ്രി പഠിക്കണ മാതിരി ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ 50 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 300 പേര് ടോട്ടല്. എത്ര പേരെ ഓർക്കും? 10 പേരെ ഓർക്കും അണ്ണാ. ആ, ഈ 10 പേര് നമുക്ക് പോരെ. പിന്നെ നമ്മുടെ യാത്രയിൽ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരെ കണ്ടുമുട്ടും. ചിലപ്പോൾ സ്കൂൾ സുഹൃത്തുക്കളല്ല നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളാവാൻ പോകുന്നത്. ചിലപ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കൾ ചിലപ്പോൾ ജോലിയിലത്തെ ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ മെച്യൂറായി കഴിഞ്ഞിട്ട് കുറച്ച് അത് ഇവൻ്റെ യാത്രയിൽ അവന് കിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കൊടുക്കുന്നതാണ് ആക്ച്വലി. ഇപ്പോഴത്തെ സുഹൃത്തുക്കൾ എന്താന്ന് പോലും അറിയില്ല. അവരവിടെ എന്താണ്, അവിടെ ഇതും ഉണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്കൂൾ എന്താ പറയാ, സ്കൂളിലേക്ക് എല്ലാവരും ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നതിൽ ഒരു മെയിൻ കാര്യം ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇവരൊരു സോഷ്യലി ഇവരൊന്ന് കണക്റ്റഡ് ആവുക എന്നുള്ളൊരു സാധനം ഭയങ്കര. എൻ്റെ ഒരു ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ കൊണ്ടുപോകും. ആള് അവരായിട്ട് ഇടപെടും. എൻ്റെ ബാൻഡ് മെമ്പേഴ്സിനെ എന്നെക്കാട്ടിലും ക്ലോസ് ആണ് എൻ്റെ മകൻ. ചില മ്യൂസിഷ്യൻസിന് ഇവരാണ് ക്ലോസ്. എൻ്റെ കൂടെ ടെക്സ് ഉണ്ട്. ടെക്സിൻ്റെ കൂടെ അവർ വന്നാൽ പിന്നെ എന്നെ ഒന്നും വേണ്ട. പിന്നെ അവരുടെ കൂടെ ഹാങ് ഔട്ട് 4-5 മണിക്കൂർ. അപ്പൊ ലൈഫിൽ ഓക്കെയാണ്. അതെ. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ആ ലോകത്ത് ആക്കുകയാണ്. കാരണം നാളെ അവനൊരു 16-17 വയസ്സാകുമ്പോൾ അവനിത് പ്രിപ്പയർഡ് ആണ് ആക്ച്വലി. പിന്നെ അവന് തീരുമാനിക്കാം വേണമെങ്കിൽ അത് വേണോ, അതോ ഇനിയിപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകണോ. ക്രിക്കറ്റ് തുടങ്ങട്ടെ. കാരണം നമ്മൾ 17 വയസ്സിലാണ് ഒരു ട്രേഡ് നമ്മൾ എടുത്തു തുടങ്ങിയത് അല്ലേ. അതുവരെ നമ്മൾ കാലിത്തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ, കോസ് തീറ്റ എന്നുള്ള സാധനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, ആരും ഞാൻ കളിയാക്കല്ലേ ദൈവമേ, എനിക്കിതിലൊന്നും സംഭവിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് കാങ്ങളി പഠിച്ചിട്ട് നീ
നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടായോ? അത് ഞാൻ എന്റെ വ്യൂ ഒന്നും അതിൽ ഇല്ലല്ലോ അല്ലേ? എന്റെ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ മാത്സ് പഠിച്ചുകൊണ്ട് എനിക്ക് മാത്സിന് കുറച്ച് തിരിച്ചറിവുള്ളതുകൊണ്ട് എനിക്ക് അവനെ പഠിപ്പിക്കാൻ പറ്റുന്നു. എനിക്ക് അറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് അവനൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അല്ല, അപ്പൊ ഒരു സൈഡ് വേണം. ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ്. ബേസിക് ഇംഗ്ലീഷ് അറിയണം, ബേസിക് നോളജ് ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണം, പിന്നെ അത്യാവശ്യം എന്താ പറഞ്ഞ ജനറൽ നോളജ്, അതിന് സോഷ്യൽ, അപ്പം അങ്ങനത്തെ സബ്ജക്ട്സ് അവൻ പഠിക്കുന്നുണ്ട്. പക്ഷെ അക്കാഡമിക്കലി ഞാൻ പറഞ്ഞാൽ ഹോം സ്കൂളിംഗ് ഐ എം വെരി ഹാപ്പി. ബിക്കോസ് നമ്മൾ പേഴ്സണൽ അറ്റൻഷൻ ആണല്ലോ നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ഒരു ട്യൂഷൻ ടീച്ചറെ വെക്കാം, ഈ കേസിൽ നമ്മൾ പേരൻസ് പഠിപ്പിക്കുന്നു. അപ്പം അവന്റെ ഫ്ലോസ് നമുക്ക് മനസ്സിലാക്കി അവനെ പഠിപ്പിക്കാൻ. അപ്പം അവന്റെ മാത്സിന്റെ ബേസിക്സ് ഒക്കെ നന്നായിട്ട് ലൈക്ക് നമ്മൾ ചെറുപ്പം മുതൽ തുടങ്ങിയോണ്ട് നല്ല ബേസ് ആയി മാത്സ്. അക്കാഡമിക്കലി ഹോം സ്കൂളിംഗ് ഇസ് വെരി ഗുഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് അവനൊരു കലാകാരനാവണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇനി പഠിപ്പിൻ്റെ ഒരു വില പറയട്ടെ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അമേരിക്കയിലാണ്. നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. MBA പഠിച്ച് അമേരിക്കയിലെ ജോലി. ഒരു മാസം ശമ്പളം എത്രയെന്നറിയോ? 15 കോടി രൂപ ഒരു മാസ ശമ്പളമാണ്. പേര് ഞാൻ പറയില്ല. അപ്പോൾ അതിനും കൂടുതലാവാം. അപ്പോൾ അതുകൊണ്ട് പഠിപ്പിനൊരു വിലയുണ്ട് ആക്ച്വലി. അത് ആ മേഖലയിലോട്ട് പോവാൻ. പിന്നെ ഇവന് എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ല കമ്മ്യൂണിക്കേഷനും, ഒരാളോട് ഇടപെടാൻ, ഒരാൾക്ക് അസുഖം വന്നാൽ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, നന്നായി ഡ്രൈവ് ചെയ്യാൻ, റോഡ് ഡിസിപ്ലിൻ, ബേസിക് ഡിസിപ്ലിൻ, ടേബിൾ മാനേഴ്സ്, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം മതി തോന്നുന്നു ഒരു കലാകാരനായാലും സംബന്ധിച്ച്. പിന്നെ കലാകാരനാവുമ്പോൾ കലയോടുള്ളൊരു അഭിനിവേശം ഭയങ്കരമായിരിക്കണം. ഇരിക്കുന്ന സമയം 4 മണിക്കൂറൊക്കെ ആൾ പ്രാക്ടീസ് ചെയ്യണം. ആക്ച്വലി അത് ചെയ്യുന്നുണ്ട്. 3 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. ഷോൺ ഇത്രയും പ്രാക്ടീസ് ടൈം ഒക്കെ പറഞ്ഞു. അപ്പോൾ ഷോണിന് ഏതാണ് കുറച്ചുകൂടി ഇഷ്ടം? ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് ആണോ അല്ലെങ്കിൽ വെസ്റ്റേൺ ആണോ? ഏതാ കുറച്ചധികം ഇഷ്ടം? ക്ലാസിക്കൽ തന്നെ. ക്ലാസിക്കൽ ആണോ ഇഷ്ടം? ക്ലാസിക്കൽ ഉദ്ദേശിക്കുന്ന അത് പിയാനോയ്ക്ക് ഒരു ക്ലാസിക്കൽ. പിയാനോ, ഓക്കെ. ഞാനതാ പഠിച്ചിരിക്കുന്നു. അത് പഠിച്ചാൽ നമുക്ക് ഭയങ്കര ബേസിക്സ് ആണ് ആക്ച്വലി. ഇപ്പോൾ ചേട്ടൻ്റെ കുറേ ഫ്യൂഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആട്ടങ്കലാ സമിതിയുടെ കൂടെയൊക്കെ ഫ്യൂഷൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്യൂഷനിലേക്കുള്ള ഒരു ഐഡിയ എങ്ങനെയായിരുന്നു? അത് ഒരു 3 പേരായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് വന്നിട്ട് ഞാൻ എപ്പോഴും വീഡിയോസ് കാണാറുണ്ടായിരുന്നു. ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, പിന്നെ ഉമയാൾപുരം ശിവരാമൻ സാറ്, പിന്നെ ശിവമണി അദ്ദേഹം, പിന്നെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം ബാലഭാസ്കർ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്യൂഷൻ എന്ന് പറയുന്ന. ശിവമണിയാണ് എന്നെ ഏറ്റവും അധികം പ്രോഗ്രാമിന് വിളിച്ചുകൊണ്ടിട്ടുള്ളത്. അത് സാക്രിബായുടെ കൂടെയാണെങ്കിലും യു ശ്രീനിവാസ് സാറിൻ്റെ കൂടെ ആണെങ്കിലും കാരക്കുടി മണി സാറ്, ഇവരൊക്കെ ശിവമണി അണ്ണനാണ് എന്നെ കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടറാണ് അന്നും ഇന്നും. ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു സഹോദര തുല്യം സ്നേഹിക്കുന്ന 2 പേരാണ്. നമ്മളിപ്പോ ഈ ലൈവ് ചെയ്യുമ്പോഴും അതുപോലെ സ്റ്റുഡിയോയിൽ ചെയ്യുമ്പോഴും ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. ശരിക്കും എന്താണ് ശരിക്കും സ്റ്റീഫൻ ന്യൂസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഡിയൻസിനുള്ള ഒരു ഓളം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് ശരിക്കും ആ ഒരു വൈബ് കിട്ടാറുണ്ട്, സ്റ്റേജിലേക്ക് ആ ഒരു വൈബ് കിട്ടാറുണ്ടോ? പിന്നെ വൈബ് കിട്ടുമ്പോഴല്ലേ നമ്മളത്. ഏത് കൂടുതൽ ഇഷ്ടം ഏതാ? ഐ മീൻ ലൈവ് ചെയ്യാനാണോ അതോ? ലൈവിനൊരു പ്രത്യേക ഇമ്പാണ്. അതിന് റീടേക്ക് ഇല്ല. നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ അവിടെ ഒറ്റയടിക്ക് പോവാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ വൈറൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പം നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് അതിൻ്റെ പ്രയറും മെഡിറ്റേഷനും ഇതൊക്കെ ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്. പിന്നെ സ്റ്റുഡിയോയ്ക്ക് വേറൊരു പ്രത്യേകതയാണ്. സ്റ്റുഡിയോയിലൊരു ഇപ്പോൾ ഒരു ഹിറ്റ് സോങ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സംഭവമല്ല. അത് രണ്ടിൻ്റെതായ ഒരു വലിയ ശക്തിയുണ്ട്. സ്റ്റേജിൽ എന്ന് പറയുന്നത് അതൊരു ഡിഫറെൻറ്റ് സ്കില്ലാണ് ആക്ച്വലി. ഒരാളിൽ ഒരു 500 പേരെ, ഒരു 5000 പേരെ നമ്മൾ ഒരു 2 മണിക്കൂർ നമ്മൾ കൂടെ ഇരുത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ സ്റ്റീഫൻ ദേവസ് പറയുന്നത് ഇങ്ങനെ സംഗീത ലോകത്ത് ഇങ്ങനെയും മുഴുകിയിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് കയറി വരുമ്പോൾ, SD സ്കേപ്പിലേക്ക് കയറി വരുമ്പോൾ കണ്ടൊരു വാക്കുകളുണ്ട്, സംഗീതമില്ലാത്ത ലോകം എത്രത്തോളം വിരസമാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് താങ്കളുടെ ഒരു മറുപടി എന്താ? എനിക്ക് തോന്നുന്നത് സംഗീതം മാത്രം ഞാൻ പറയില്ല. നമ്മുടെ ടേസ്റ്റ് ബഡ്സ്, നമുക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്താവും എന്നാലോചിക്കും. കഴിക്കണതിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ല. നമുക്ക് പിണ്ണാക്കം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ എന്താ നമ്മളത് കഴിക്കാത്തത്? അതിനത് ടേസ്റ്റ് ഇല്ല അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെയാണ് 2-3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ. നമുക്ക് കേൾവി എന്ന് പറയുന്ന സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്യുന്ന കേൾവിയാണ്. അപ്പോൾ എന്തൊക്കെ കേൾക്കണം എന്നുള്ളത് നമുക്ക് ഒരു ധാരണ വേണം. എപ്പോഴും എല്ലാ ദിവസവും നമുക്ക് വെടിക്കെട്ടിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ജീവിതം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ശബ്ദം ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുന്നത് അത് സുഖമല്ല. ഇടയ്ക്ക് ഒരു ഇമ്പം വരുമ്പോഴാണ് അതൊരു സംഗീതം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ലൈഫിനെ ബാലൻസ് ചെയ്യും. നമ്മുടെ ഫ്രസ്ട്രേഷൻ, നമുക്കുണ്ടായിരുന്ന ആങ്സൈറ്റി, ഇത് മുഴുവൻ മ്യൂസിക്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. അതാണ് ബേസിക്കലി അത് എഴുതി വെച്ചിരിക്കുന്നത്.
ഇപ്പോ ഏകതയെ കുറിച്ച് നമ്മൾ വേറെ സംസാരിച്ചില്ല. മ്യൂസിക്കിന് ഇന്റർനാഷണൽ തലത്തിലേക്ക് കൊണ്ടുപോയൊരു കാര്യമാണ്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നേ? ഞാൻ പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമുള്ളൊരു ലാംഗ്വേജ് ആയിരുന്നു സംസ്കൃതം. അപ്പോൾ സംസ്കൃതം പക്ഷെ സംസ്കൃതം എന്തോ അതൊരു ഒരു മതത്തിലേക്ക് മാത്രം ചെരിഞ്ഞു നിൽക്കുന്നതാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസ്കൃതം എടുത്തത്. പോരാത്തതിന് ഞങ്ങൾ ഇരിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളും മതങ്ങളും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരിക്കലും ഒരു മതത്തിലല്ല ഈ ഏകത ഇരിക്കുന്നത്, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ്. സ്നേഹം, ഏകത എന്ന് പറഞ്ഞതിൻ്റെ വാക്കന്നെ നമ്മൾ ഒരുമ എന്നുള്ള സാധനത്തിന്റെ സമാധാനം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ജോൺറയാണ് സിംഫണി. കാരണം ഞാൻ പഠിച്ചതും ചെയ്തതും എനിക്ക് ചെയ്യാൻ കുറേ അവസരങ്ങൾ, സിംഫണി എന്ന് പറയാൻ പറ്റില്ല, കോൺസേർട്ടുകൾ, ഒരു ഓർക്കസ്ട്രൽ കോൺസേർട്ടുകളൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് ഒരുമിച്ച് ഒരു ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. തുടക്കം മാത്രമേ ഉള്ളൂ, ഇനിയും അവസരം കിട്ടുമ്പോൾ പ്രകാശം. ഇനിയിപ്പോ ശിവമണിയായിട്ട് നമ്മുടെ ആട്ടം കലാസമിതി ഒരു പാട്ടിൽ വായിച്ചിട്ടുണ്ട്. അത് ഈ ഓണായതുകൊണ്ടാണ് അടുത്ത ആഴ്ച റിലീസ് ചെയ്യണം. അപ്പൊ കാണണം. തീർച്ചയായും കാണും. അത് ആക്ച്വലി എന്നെ അതും മലയാളത്തിൽ ഏറ്റവും അധികം നമുക്ക് സപ്പോർട്ട് തന്നിരിക്കുന്നത് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ, നമ്മൾ 24 നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണോ കണ്ടത്? അല്ല നന്ദി. അല്ല, അതിപ്പോ എന്തായാലും നമ്മൾ കാണുമല്ലോ. ഇപ്പോൾ അങ്ങനെ മാത്രമല്ല, ഇപ്പോൾ ഈ സംഗീത ലോകത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരുപാട് ലെജൻസ്, അവരുടെ കൂടെയുള്ള ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ, അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയിപ്പോ മകനോട് പറയുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും പറയാ? നമുക്ക് കിട്ടുന്ന എൻ്റെ ഏറ്റവും വലിയ സ്വത്തുക്കളിൽ ഒന്നാണ് അത്. പണത്തിനുപരിയാണ് കുറേ നല്ല കലാകാരന്മാരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. എസ്പെഷ്യലി നമ്മുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ദാസേട്ടൻ അല്ലെങ്കിൽ പി ജയേന്ദ്ര ചേട്ടൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ അത് സംഗീതം മാത്രമല്ല, അവർക്കും വേറൊരു സൈഡ് ഉണ്ടല്ലോ. അതൊക്കെ നമ്മളിങ്ങനെ ഞാനിപ്പോഴും അയവറക്കുന്നത് അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സാക്കിർ ഹുസൈൻ്റെ കൂടെ എന്ത് തമാശയാണ് അദ്ദേഹം പറയാം, ഭയങ്കര ഫണ്ണിയാണ്. ഹരിജിയുടെ കൂടെ ഞാൻ 17 വയസ്സ് മുതലേ യാത്രയുണ്ടായിരുന്നു. അപ്പോൾ മ്യൂസിക് അല്ലാതെയും അവർ മ്യൂസിക്കിനെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഞാൻ മോൻ മാത്രമല്ല, എൻ്റെ കൂടെ ആരൊക്കെയാണ് അവർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്യും. അല്ലാതെ ഉള്ള ഒരു ലെജൻഡുകളുടെ കൂടെ നമ്മൾ നടന്നിട്ടുള്ള അനുഭവങ്ങളും അതൊക്കെയാണ് ഓരോ പ്രാവശ്യം എല്ലാ ദിവസവും എനിക്കിതിങ്ങനെ ഒരു സ്വപ്നം വരുന്ന പോലെ ഇതെൻ്റെ മനസ്സിലിങ്ങനെ കയറി വരും. ചില നിങ്ങൾക്ക് അനുഭവങ്ങൾ അങ്ങനെയല്ലേ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത. എൻ്റെ മനസ്സിൽ ഈ ഒരു 10-20 പേരുടെ ചിന്തകൾ ഇന്നും വരും. ലാലേട്ടന്റെ കൂടെ വേൾഡ് കപ്പ് കാണാൻ പോയി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞങ്ങളെ കൊണ്ടുപോയില്ല. ആണല്ലേ? അല്ല പരാതി പറഞ്ഞു, മോനാ പരാതി ഉണ്ടോ? ഫുട്ബോൾ ഫാനല്ല. അല്ല, ഒന്നാമത് ഞാനും ഒരു ഫുട്ബോൾ ഫാനൊന്നും അല്ലായിരുന്നു. എൻ്റെ ഈ സുഹൃത്ത് ഒരു സീറ്റിന് 40-45 ലക്ഷം രൂപയാണ് ഓരോ ടിക്കറ്റും അദ്ദേഹം ചെലവാക്കിയത്. അപ്പോൾ വെറുതെ അദ്ദേഹത്തിനൊരു ഇത് വേണം. എന്തായാലും നമ്മൾ അടുത്ത വർഷം എന്തായാലും നമ്മൾ പിന്നെയും പോവാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്താ വെച്ചാൽ എല്ലാവരും കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അതിൽ പെട്ടു. ഞാനൊരു പ്രോഗ്രാം അതിന് മുന്നേ ഞാനും ജയറാമേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആക്ച്വലി ഈ ട്രിപ്പിൻ്റെ കൂടെ ഒരു ബോണസായിരുന്നു ആ ട്രിപ്പ്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറയാനാണ്. അത് രാവിലെയും ഉച്ചയ്ക്കോ വൈകുന്നേരവും രാത്രി ഞാൻ അദ്ദേഹത്തിനെ ഉറക്കിയൊക്കെ കിടത്തിയിട്ട് ഞാൻ തിരിച്ച് റൂമിൽ പോയിട്ടുണ്ട്. കാരണം എത്ര നേരം വേണമെങ്കിലും ഇരുന്നാലും നമുക്ക് മടുക്കില്ല. അതൊരു ഒരു അനുഭവമാണ്. അത് കുറേ വർഷങ്ങളായിട്ടുള്ളൊരു സുഹൃത്ത്. ഞാനതിൽ പെട്ട തന്നെ വലിയൊരു ദൈവാനുഗ്രഹം. അദ്ദേഹത്തിന് ഒരു സംഗീതം എന്നുള്ളൊരു കാര്യത്തിലാണ് ആ ഒരു ഇഷ്ടം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എനിക്ക് നമുക്ക് പിന്നെ ലാലേട്ടൻ ഒരു 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 ഇമോഷൻ അല്ലേ, വികാരമാണ് ആക്ച്വലി. അപ്പോൾ അത് എൻജോയ്മെൻ്റ് ആണ്, ചിരിയും തമാശയും ഫണ്ണ്. ലാലേട്ടൻ ഭയങ്കര ഫൺ ലവറാണല്ലോ. മ്യൂസിക്കും ജാം ചെയ്തല്ലോ. അത് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു പിയാനൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു നാടൻ പാട്ടൊക്കെ കണ്ട് തുടങ്ങി ആ വഴിക്ക് അങ്ങോട്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാ. ഫോണിലുണ്ട്, കാണിച്ചു തരില്ല. ഇപ്പൊ പിയാനോ ഫ്രീ ടൈമിലേക്ക് കിട്ടുമ്പോഴുള്ള വായന ഒക്കെ പറഞ്ഞു. ഇപ്പൊ മനസ്സൊന്ന് കൂൾ ആൻഡ് കാമാക്കാൻ ഒരു പാട്ട് നോക്കുകയാണെങ്കിൽ, ഒരു മലയാളം പാട്ട് നോക്കുകയാണെങ്കിൽ അതേതായിരിക്കും? മനസ്സ് കൂളാക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും പാട്ടിൽ ആശ്രയിക്കില്ല. ഞാൻ പാട്ട് കേട്ടാൻ ഇമോഷണൽ ആവും. ഞാൻ കരയാൻ, അത് എൻ്റെ മോനൊക്കെ ഇപ്പം കണ്ടു മടുത്തു. ഞാൻ ഇമോഷണൽ ആവും, ഞാൻ കരയും. പക്ഷെ എനിക്ക് കൂളാവണത് തമാശകളാണ്, കോമഡി സീൻസ് ആണ് എപ്പോഴും. അത് ജഗതി ചേട്ടനാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ലെജൻഡുകളുടെയും. സ്വന്തമായിട്ട് ചെയ്ത മ്യൂസിക് കേൾക്കത്തില്ല? ഒരിക്കലും കേൾക്കില്ല, കാണാറില്ല. ഒന്നും കഴിയില്ല. ഇപ്പൊ ചേച്ചിക്ക് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇപ്പോ
ചേട്ടൻ ഈ ഒരു പാട്ട് വായിച്ച് കേൾക്കണം, അല്ലെങ്കിൽ അതാണ് കുറച്ചധികം താല്പര്യം, അങ്ങനെ ഒരു പാട്ടുണ്ടോ? ഫേവറേറ്റ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഞാൻ പറയട്ടെ, ഞാൻ ഈ ഇടയ്ക്ക് എന്നോട് പറയുന്നത് അതിന്റെ ഒരു ആൽബം ആക്ച്വലി ഞാൻ കുറെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടത്. റൊമാൻസ എന്ന് പറഞ്ഞ ആൽബത്തിന്റെ പേര് റൊമാൻസ അല്ലേ? അത് ഇഷ്ടമായിരുന്നു. പിന്നെ ഇൻസ്ട്രുമെന്റൽ ഞാനെപ്പോഴും പറയും ആളോട് പാട്ട് പാടാൻ, പക്ഷെ ആൾക്കത് പ്രാക്ടീസ് വേണമല്ലോ പാട്ട് പാടാൻ. എനിക്ക് പാട്ട് പാടുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെയിൻ ആയിട്ട് പിന്നെ ഞങ്ങളുടെ ഡിവോഷണൽ സോങ്സ് ആള് പാടുമ്പോൾ ശരിക്കും കരച്ചിൽ വരും. ആള് നന്നായിട്ട് ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടുന്ന ഒരു മൊമെന്റ് വരുമ്പോൾ ആദ്യമായിട്ടാണ് എന്റെ ആൽബം കേട്ടിട്ട് ശേഖരി പ്ലീസ്. ഭാര്യയല്ല obviously അല്ല, ചേച്ചിയുടെ അഭ്യർത്ഥന പ്രകാരം നമുക്ക് ഇപ്പൊ ഒരു പാട്ട് കേൾക്കാൻ പറ്റുമോ? പപ്പായി എന്തായി ഓണത്തിനൊരു പിയാനോ. devotional song പാടിക്കാം. നമുക്കത് വേറൊരു പരിപാടി നടത്താം. നിങ്ങൾക്ക് വായന മാത്രമായിട്ട് ഞാനൊരു ഇന്റർവ്യൂ റെഡി ഒരു 2 വരി. പിന്നെ പെട്ടെന്ന് ഒരു പാട്ട് എന്ന് പറഞ്ഞപ്പം ഹരിഹരൻ പിള്ള ഹാപ്പിയാണുള്ള തിങ്കൾ തിങ്കൾ നിലാവേ തിങ്കൾ നിലാവേ ചേച്ചിയും പാടൂല്ലേ? പിന്നെ ഭയങ്കരമായി പാടും. യൂട്യൂബിൽ കണ്ടിട്ടുണ്ടല്ലോ, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ആക്കാണ് ഫുള്ളാക്കാണ്. ആള് സപ്പോർട്ട് ചെയ്യുമ്പോ കൂടെ പാടും. ഞങ്ങൾ 3 പേരും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു മ്യൂസിക്കൽ ടൈമൊക്കെ ഉണ്ടാവാറുണ്ട്. വളരെ കുറവാണ്. ആള് പിയാനോ വായിക്കും, ഞാൻ പിന്നെ എന്തെങ്കിലും പെർക്കഷനൊക്കെ വായിച്ച് ആളൊക്കെ പാടും. ചേട്ടന് 2 ചീത്തവിളി കേൾക്കുമ്പോ പാട്ട് നിർത്തും. അല്ല ഇവര് പക്ക കറക്റ്റ് ഇതിന്റെ ആൾക്കാരാണല്ലോ, പെർഫെക്ഷന്റെ അതിന്റെ ആൾക്കാർ. ചെറിയ പ്രശ്നങ്ങളുള്ളൂ. പിന്നെ അതിന് വല്ലാണ്ട് ചീത്ത പറയില്ല കേട്ടോ. ഇപ്പൊ പല രാജ്യങ്ങളിലും മോനില് ഓർത്തെടുത്ത് ചിരിക്കുകയാണ്. എന്തേ ഓർത്തെടുത്ത് ചിരിക്കുക? എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ പറയടാ, എന്തേലും തോണ്ടിക്കോ. മോനെ, അച്ഛനിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്തുവാ? ആലോചിച്ച് പറഞ്ഞാ മതി, കുഴപ്പമില്ല. ഭയങ്കര ലവിങ് ആണ് ഉം. ആൻഡ് ഫണ്ണിയാണ്, ഭയങ്കര ഫണ്ണിയാണ്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ എന്നെ ഞാൻ എന്ത് ചെയ്താലും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അത് കാരണം എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല ഇത് ചെയ്യണം. അപ്പൊ എന്റെ ഒരു ഇഷ്ടം. പിന്നെ എനിക്ക് മ്യൂസിക്കിന് ഡാഡിനെ കണ്ട് അപ്പൊ എനിക്ക് ഇതാവണം. അപ്പൊ ഡാഡി പറഞ്ഞത് ഓക്കെ ഇത് ചെയ്യാം. അപ്പൊ അത് പിന്നെ വീട്ടില് ഭയങ്കര കോമഡിയാണ്. നമ്മള് ഫണ്ണല്ലേ, അതായത് നമുക്ക് പുറത്ത് എപ്പോഴും പോകുമ്പോഴും സ്ട്രെസ്സും ടെൻഷനാണ്. അപ്പൊ ഞാൻ മാക്സിമം വീട്ടില് ഈ എപ്പോഴെങ്കിലും ഇത് ക്ലീശ ചോദ്യമാണ്, എന്നാലും ഈ പ്രൈവസി മാറ്റേഴ്സ് ഒക്കെ വരാറുണ്ടോ? പുറത്തൊക്കെ പോകുമ്പോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും വന്ന് ആ സാധനം ഉണ്ടാവാറുണ്ടോ? നാട്ടിൽ വരുമ്പോ നമുക്കത് നാട്ടിൽ ജീവിക്കുമ്പോ ഉണ്ടാവാറുണ്ട്. ബോംബെയിലായിരുന്നപ്പോ ഫ്രീ ആയിരുന്നു. ആള് മീ മാർക്കറ്റിൽ വരെ പോവും. ഭയങ്കര Like, ആൾക്ക് റെഗുലർ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടം. അപ്പം ബോംബെ ഞങ്ങൾ എനിക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ അങ്ങനെയായിരുന്നു. ഞാൻ പലചരക്ക് കടയിൽ പോവും. അന്നൊന്നും സൂപ്പർ മാർക്കറ്റ് ഒന്നുമില്ലല്ലോ. നമ്മളൊരു ചന്തമാരി ഒരു സ്ഥലത്ത് പോയി അവിടെ അരി മേടിക്കുന്നു, മുളകൊക്കെ മേടിക്കുന്നു, അരിയിൽ ചാക്കിൽ കൈയിടും. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറത്ത് പോയി ഉണക്കമീൻ്റെ കടയിൽ പോവും. ബോംബെയിൽ എത്തിയപ്പോഴാണ് ഞാൻ അതൊന്ന് എൻജോയ് ചെയ്തത്. ഞാൻ ബോംബെയിൽ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങും. ഇവിടെ പിന്നെ അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ പോകലില്ല. ഇവിടെ പിന്നെ അധികം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകും അല്ലേ. ഇവിടെ ലുലുലു പോലും ചേട്ടന് പോകാൻ പറ്റില്ല, ഞങ്ങൾ തന്നെ പോവുള്ളൂ. ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് പോകും കേട്ടോ. എനിക്കിഷ്ടമാണ്, ഇവരെ കൂടെ നടക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് ഇറങ്ങും. പിന്നെ പിന്നെ ചിലപ്പോൾ കുളമായിട്ട് തിരിച്ച് എങ്ങനെയും വണ്ടിയിൽ വന്ന് കയറും. തിരക്കുകളൊക്കെ ഒന്ന് മാറി എങ്ങനെയാണ് SD സ്കേറ്റ്സിലേക്ക് എത്തിയത്? SD സ്കേപ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ ഒന്നുകൂടി വ്യാഖ്യാനിച്ചാൽ, എൻ്റെ അച്ഛൻ ബിസിനസ്സായിരുന്നു, എൻ്റെ അപ്പച്ചൻ ബിസിനസ്സായിരുന്നു. അപ്പച്ചൻ എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദറും ബിസിനസ്സുകാരാണ്. ഇതിൽ ഒരു വഴുതി പോയത് ഞാനായിരുന്നു, കലാകാരനായി മാറിയത്. ബാക്കി എല്ലാവരും എൻ്റെ ഫാദറിൻ്റെ ബ്രദർ എല്ലാവരും അങ്കിൾമാരും എല്ലാവരും ബിസിനസ് ചെയ്യണവരാണ്. ഇപ്പോഴും അതന്നെ ചെയ്യണത്. അപ്പോൾ ഞാനായിരിക്കും ചിലപ്പോൾ അതൊന്നും മാറി ഒരു കലാകാരനായി മാറിയത്. എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞിട്ടിപ്പോൾ കലാകാരന്മാരുടെ ഒരു നിരകൾ ഇങ്ങനെ വന്നു തുടങ്ങി. പക്ഷെ DNA എനിക്ക് തോന്നുന്നു ബിസിനസ്സുകാരനെ തോന്നുന്നു. അതുകൊണ്ട് ആ പഴയ അപ്പൻ്റെ സ്വഭാവവും അപ്പച്ചൻ്റെ സ്വഭാവമാണെന്ന് അറിയില്ല, ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് SD സ്കേപ്പ് വന്നത്. പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒരു പാരലലി എന്തെങ്കിലും ഒരു, കാരണം എപ്പോഴും ഓടി നടന്ന് ചിലപ്പോൾ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, അപ്പോൾ ഒരു ഇൻകം വരണം എന്നുള്ള രീതിയിൽ. ഒരു എത്ര വർഷം എടുത്തു ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഭയങ്കര? എനിക്കെന്താ വെച്ചാൽ എൻ്റെ ഇപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ എപ്പോഴും കാണുമായിരുന്നെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഞാൻ ഏറ്റവും ആരാധിക്കുന്നത് ടെക്നീഷ്യൻസിനെയാണ്. അത് ക്യാമറാമാൻ മുതൽ എഡിറ്റർമാർ, ഡയറക്ടർമാർ, എനിക്ക് അവരെയൊക്കെ ഭയങ്കര ഒരു ആരാധന. കാരണം
എനിക്കില്ലാത്തൊരു വലിയൊരു കഴിവിൻ്റെ അർഹന്മാരാണ് അവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവരോട് എപ്പോഴും പോയി ഹാങ് ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ ഐഡിയാസ് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഫ്ലോറിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. പിന്നെ ഫോട്ടോ സെഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് മാറി നിൽക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കണം നോക്കും. പിന്നെ സ്റ്റുഡിയോയിലൊക്കെ ഇപ്പോൾ നമുക്ക് സ്റ്റുഡിയോ, എനിക്കും ചേട്ടനും കഴിഞ്ഞ ഒരു 16 വർഷമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ബിസിനസ് ഓൾറെഡി നമുക്കുണ്ട്. ഇതിൽ വന്നെത്തി വലിയ സംരംഭം എത്തിയത് ഈ ST സ്കേപ്പ് ആയതുകൊണ്ടാണ്. ഇതിനു മുമ്പ് ഒരു തോട്ടം വാങ്ങാനായിരുന്നു. ആ തോട്ടം വാങ്ങാൻ എല്ലാം സെറ്റായിരുന്നു. അപ്പോൾ പക്ഷെ പിന്നെ അത് ഒരു അങ്ങോട്ട് ഇത്രയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് എന്ത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് എന്തേലും അതിൽ ഫോക്കസ് ചെയ്യണം. ചിലരൊക്കെ ഹോട്ടലൊക്കെ തുടങ്ങും. നമുക്ക് ഫുഡ് ഇഷ്ടമാണ്, പക്ഷെ അതിനു വേണ്ടി ഹോട്ടൽ തുടങ്ങുക കാരണം ചിലപ്പോൾ അത് വേറൊരു കഴിവാണ് ആക്ച്വലി. അത് ചിലപ്പോൾ ചെയ്യാൻ നമുക്ക് പറ്റണമെന്നില്ല. ഇപ്പൊ ഈ ഒരു ബിസിനസ്സിൽ ചേച്ചിയുടെ പങ്കാളിത്തം എങ്ങനെയാണ്? ഭയങ്കരമാണ്. അത് ആ ചേച്ചിയുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക്. ചേച്ചിയുടെ ഫാദറും ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിന്റെ DNA ഇപ്പൊ പുറത്ത് വന്നോണ്ടിരിക്കുക. വേറെ ഓപ്ഷൻ ഇല്ല. ഓപ്ഷനില്ല. നമ്മള് ഇപ്പം ST സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ നമ്മുടെ ഒരു ചേട്ടന്റെ ഒരു വിഷൻ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു ബേബി പ്രോജക്റ്റ് ആണ്. അപ്പം അത് ഒന്ന് വളരുന്ന വരെ വി ഹാവ് ടു നർച്ചർ ഇറ്റ്. സോ ദർ ഇസ് നോ ബെറ്റർ പീപ്പിൾ. അതിന്റെ ഫൗണ്ടേഴ്സ് അല്ലാതെ ഐ തിങ്ക് അതിനേക്കാളുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഇല്ല. നമുക്ക് കുറെ സ്റ്റാഫ് ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാനാണ്. പക്ഷെ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും വേണമല്ലോ. സോ പിന്നെ നമ്മുടെ കൂടെ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. പിന്നെ എൻ്റെ ബ്രദർ ഇതിൻ്റെ ജോലി, എൻ്റെ ബ്രദർ അദ്ദേഹം ഇവൻ്റ് ചെയ്യുന്ന ആളായതുകൊണ്ടും പിന്നെ എന്നെ മാനേജ് ചെയ്തതുകൊണ്ടും അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഇട്ട്. പിന്നെ നിങ്ങളുടെ ചാനലും നമ്മുടെ ചാനലൊക്കെ എല്ലാവരുടെയും ഒരു, അല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിലിങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് ബിസിനസ് അല്ല അത്. ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുമായിട്ടുള്ള ഒരു ഇടപെടലും. എനിക്ക് ആദ്യം വർക്ക് തന്നത് നമ്മുടെ ലാലേട്ടനാണ്. തുടക്കം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു 3 സ്റ്റണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഷൂട്ട് ചെയ്തത്. അതാണ് തുടക്കം. അതുകൊണ്ട് ഞങ്ങൾ അന്ന് പറഞ്ഞു തുടക്കം സിനിമ ഓൾമോസ്റ്റ് ഒരു വീടുണ്ട് നമ്മുടെ മോളുടെ വിസ്മയുടെ ഒരു അതിലായിരുന്നു. അപ്പോൾ അതിനൊരു ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി എല്ലാവരും കൂടെ ഒരുമിച്ചാലേ ഇത് ഇങ്ങനത്തെ സംരംഭങ്ങളൊക്കെ പോവുള്ളൂ. നിങ്ങൾക്കും ഫ്ലോർ ഉണ്ടല്ലോ, നമുക്കും മണിയുടെ ഫ്ലോർ ഉണ്ട്. പക്ഷേ നിങ്ങൾക്കും ആവശ്യം വരും. അങ്ങനെ ആവശ്യം വരുമ്പോൾ പല ഇതിലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഒരു ഹോട്ടൽ നടത്തണ. എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചവരെ സപ്പോർട്ട് ചെയ്യല്ലേ, അതുപോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മൾ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടല്ലോ, പല സംഗീതാസ്വാദകരെയും കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലുള്ള. നമ്മൾക്കറിയാം മ്യൂസിക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലാണ്. എന്നാൽ പോലും ഈ സംഗീത ആസ്വാദനത്തിൽ ഈ രാജ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ആൾക്കാർ മാറുന്നതിനനുസരിച്ച് സംഗീത ആസ്വാദനത്തിൽ എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു 70% ലോകത്തിപ്പോൾ 60-65 രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ 70% ഒരു 60% മലയാളികളുടെ പ്രോഗ്രാംസിനാണ് പോയിരിക്കുന്നത്. 40% ഞാൻ മലയാളികളല്ലാത്തവരുടെ പ്രോഗ്രാം പോയിട്ടുണ്ട്. അത് വെള്ളക്കാരാണെങ്കിലും ആ ഒറിജിൻ. അപ്പം മലയാളികൾക്ക് എപ്പോഴും ഒരു സ്പിരിറ്റ് ഭയങ്കരമാണ്. ഞാനൊരു കുട്ടനാടൻ പുഞ്ചയിലെ പാടുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ വേറെയാണ്. പക്ഷേ ഭാഷ അറിയാതെ, നമ്മുടെ താളം പോലും അറിയാത്ത, ഇൻസ്ട്രുമെൻ്റ് എന്താന്ന് പോലും അറിയാത്തവരടുത്ത് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ബ്രസീലിൽ പോയിട്ട്, നീ ഉണ്ടായിരുന്നില്ല, ബ്രസീലിൽ പോയിട്ട് നമ്മളെ ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ ഇൻസ്ട്രുമെൻ്റൊക്കെ വായിക്കും, പക്ഷെ അവർ ഡാൻസ് കളിക്കുക. അവർക്ക് പാട്ട് എന്ന് പറയണത് അത് മനുഷ്യ ഈ സ്പാനിഷുകാർക്ക് ഒരു ഭയങ്കര ഒരു പ്രത്യേക ആസ്വാദന ശക്തിയുണ്ട്. അവർക്ക് പാട്ടാണ് അവരെല്ലാം. അവർ പബ്ബിൽ പാട്ടുണ്ടാവും, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ പാട്ടുണ്ടാവും. വെറുതെ ഇരിക്കുമ്പോൾ അവർ പാട്ട് വയ്ക്കും. പാട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ മൂവ് ചെയ്യും. അവർക്കൊരു അസാധ്യമായൊരു അക്സെപ്റ്റിംഗ് മൈൻഡ് ഉണ്ട്. നമ്മുടെ മലയാളികൾക്കും ഉണ്ട് കേട്ടോ. നമുക്കൊരു തമിഴ് സിനിമ വന്നാൽ ഇവിടെ ഹിറ്റാണ്, ഹിന്ദി സിനിമ അവിടെ വന്നാൽ വരും. പക്ഷെ തമിഴ്നാട്ടിലൊരു ഹിന്ദി സിനിമ വന്നാൽ ഹിറ്റല്ല. അവർ ജസ്റ്റ് ആ വഴിക്ക് പോകുന്നല്ലാതെ നമ്മൾക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ കണ്ടിരിക്കുന്നത് സൗത്ത് അമേരിക്കൻസിൻ്റെ ആയാലും ഭയങ്കരമാണ്. പിന്നെ ബാക്കി എല്ലാവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇത്ര രാജ്യങ്ങളിൽ പോയിട്ടുള്ള എനിക്ക് ഏറ്റവും മനസ്സിലായിട്ടുള്ളത് സ്പാനിഷ് ലാംഗ്വേജ് ആണ് ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഓണക്കാലത്തെങ്കിലും അച്ഛനും മകനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. പിന്നെ അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ഗംഭീരമായ വീഡിയോ. അത് നിങ്ങൾക്ക് തന്നെ തരാം, നിങ്ങൾ ഇട്ട് പോരിച്ചോളാം. ഇല്ലടാ എന്തായാലും ഒരു ഉഷാർ ഉണ്ടോ? അല്ല, എന്താന്ന് വെച്ചാൽ ആളെന്താന്ന് വെച്ചാൽ ഈ തേപ്പൂട്ടി മരിയ ഒന്ന് ഓണാക്കി ഒന്ന് ചൂടാക്കി വരുമ്പോൾ ആളൊന്ന് കിക്കാവും. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ടേസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ
വേറെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ. ഇപ്പോൾ റാപ്പിൻ്റെ സാധനമാണ്. റാപ്പൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാം പറഞ്ഞുതരും, ഏത് ആർട്ടിസ്റ്റുകൾ എല്ലാം. ചേട്ടൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം മോനെടുത്ത് പഠിക്കേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ ഇഷ്ടംമാതിരി. ഇന്നിപ്പോൾ എനിക്കൊരു സോങ് ലിസ്റ്റ്, ഞാൻ കോഴിക്കോട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇതിപ്പോൾ കാറിൽ വരുമ്പോൾ. അപ്പോൾ കുറേ ആ പാട്ടുകാരൻ ഒരു ലിസ്റ്റ് അയച്ചു തന്നു. അത് ഞാനും ആൾക്ക് അയച്ചു കൊടുത്താൽ മതി, ഇത് ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു ഈ പാട്ട് നല്ലതായിരിക്കും, ഇത് പാട്ട് നല്ലതായിരിക്കും. അപ്പം നമ്മൾ പുതിയ തലമുറയിൽ നിന്ന് എന്തായാലും പഠിച്ചേ പറ്റൂ. ഞാൻ ഇപ്രാവശ്യം ഒരു അവാർഡ് ഫംഗ്ഷന് ഞാൻ അവാർഡ് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ 30 വയസ്സിന് താഴെയുള്ളവരുടെ 30 under 30 എന്ന് പറഞ്ഞൊരു നല്ലൊരു അവാർഡ് ഇവൻ്റ് ആയിരുന്നു അത്. അപ്പോൾ നോക്കുമ്പോൾ വേടനുണ്ട് അവിടെ, ഗബ്രി, ഈ തലമുറയിലത്തെ 30 വയസ്സിനകത്തുള്ള എല്ലാ അച്ചീവേഴ്സും. അപ്പോൾ കൊടുത്തത് സിബി മലയിൽ സാറ്, അതായത് 20കളിൽ ഹിറ്റായിട്ടുള്ള കലാകാരന്മാരാണ്. അതിൽ നമ്മളും പെട്ടതുകൊണ്ട് ഞാനും അവിടെ പോയപ്പോൾ അപ്പം ഞാൻ അവരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ നമ്മളെ കണ്ടിട്ടാവും വളർന്നിരിക്കുന്നത്, പക്ഷെ ഇപ്പോൾ നിങ്ങളാണ് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ. കാരണം പുതിയ തലമുറയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇവർ കേൾക്കുന്നതോ ഇവർ കാണുന്നതോ ഒക്കെ നമ്മൾ കേൾക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ വിട്ടുപോണ കാര്യങ്ങളാവും ഇവർ കേട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ശീലിച്ചു വന്നൊരു സംഗീത രീതിയിൽ നിന്ന് ഇപ്പോഴത്തെ സംഗീതത്തിന് വലിയൊരു മാറ്റമില്ലേ? വാസ്തവം. ആ മാറ്റത്തിന് എങ്ങനെയാണ് കാണുന്നത്? ഒബ്വിയസ്ലി അത് നന്നായിട്ട് തന്നെ കാണണം. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ മാറ്റം കൊണ്ടുവന്നപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ടായിരുന്നു, എന്നെ ഇഷ്ടമുള്ളവരെ നിങ്ങളുമാരി ഉണ്ടായിരുന്നു. അന്നൊരു അൺപ്ലഗ്ഡ് എന്ന് പറയുന്ന സാധനം, ഞാനൊരു കവറൊക്കെ വാങ്ങിച്ച് നമ്മുടെ BGM മാറ്റുമ്പോൾ എന്നെ എന്തോരം പേരൊരു ചീത്ത പറഞ്ഞു. ഇന്ന് എല്ലാവരും കവറല്ല ചെയ്യുന്നത്. ഇത് ഞാൻ 20 വർഷം മുമ്പ് ചെയ്തതാണ്. 20 വർഷം മുമ്പ്. അന്ന് ഒറിജിനൽ BGM കളഞ്ഞു മുടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊഡ്യൂസർക്ക് പോലും എന്തോരം ചീത്ത വന്നു. സംഗീതത്തെ നശിപ്പിച്ചു, അതാണ് അതിന്റെ മെയിൻ വാക്ക്. അതെ, സംഗീതത്തിനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഉണ്ണിച്ചേട്ടനൊക്കെ എന്തോരം കമന്റ് വന്നെന്ന് അറിയും. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും, സ്റ്റീഫൻ ചെയ്യാൻ നോക്കണ്ട, ചെയ്തോളൂ, ഇത് ഇതൊരു പുതിയൊരു സാധനമാണ്, ഇത് നമ്മൾ വേറൊരു ചാനലിൽ നിന്നിട്ട് ഒരു റിയാലിറ്റി ഷോ നിൽക്കുമ്പോൾ. കാരണം ഞാൻ ഒബ്വിയസ്ലി എനിക്ക് പാട്ടിൻ്റെ BGM ഒക്കെ അറിയാം, പക്ഷെ നമ്മൾ ആ ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ അതിന് വേണ്ടെന്ന്. പക്ഷെ ഇപ്പം അതാണ് തരംഗം. ഇപ്പം കവറിലാണ് എല്ലാവരും ഹിറ്റാവുന്നത് ആക്ച്വലി. അപ്പം നമ്മൾ ചിലതിലൊക്കെ നമ്മൾ തുടക്കക്കാരാകുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റാപ്പ് എന്ന് പറഞ്ഞ കൾച്ചറിൽ നമ്മളത് അഡാപ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനെപ്പോഴും അങ്ങനെയാണ്, പുതുമ. അല്ലെങ്കിൽ നമ്മളിപ്പോഴും ആ ക്ലാസിക് കാലഘട്ടത്തിൽ ജീവിക്കണേ ഇപ്പോഴും. കാരണം രാജാ സാറ് വന്നു, റഹ്മാൻ സാറ് വന്നു, അതേ ഞാനിരുദ്ധ്, സായ ബേൻകർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ആക്ച്വലി. ഇങ്ങനത്തെ ഉള്ളൊരു ഇപ്പോൾ സായ ബേൻകറിൻ്റെ ഏറ്റവും അധികം അപ്ഡേഷൻ എൻ്റെ മോനാ തരിക, ഡാഡി ഇങ്ങനത്തെ ഒരു പാട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് കേട്ടിട്ടുണ്ടോ. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെയും കേൾക്കാൻ നോക്കും. കാരണം അവരത് നമ്മൾ ചെവി കൊള്ളണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ട്രെൻഡുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇവര് ട്രെൻഡുകളിലൂടെ ജയിച്ചു പോകുന്ന ഒരു ഫാമിലി. അപ്പോൾ നിങ്ങളുടെ ഓണം പറയൂ, നിങ്ങളെല്ലാവരും ഓണം അറിയണം. ഞങ്ങളുടെ കൂടെ എന്താ ഓഫീസിൽ ഓണം, ഓഫീസ് ഓണം. നിങ്ങൾ ഓഫീസിൽ ഇരിക്കണോണ്ടാണ് പ്രേക്ഷകർ മുഴുവനും വീട്ടിലിരുന്ന് ഓണം കാണാൻ പറ്റുന്നത് അല്ലേ? നല്ലൊരു എന്റർടൈൻമെന്റ്. അപ്പോൾ നിങ്ങൾക്കൊരു കയ്യടി വേണം എല്ലാവരും. നമ്മുടെ ക്യാമറ ചേട്ടന്മാർ, പ്രൊഡ്യൂസർ എല്ലാവരും ഇരിക്കുന്നുണ്ട്. കാരണം നമുക്ക് വീട്ടിലിരുന്ന് നല്ലൊരു ഫ്രീ ഡേ ആയതുകൊണ്ട് TV ഓണാക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, നിങ്ങളടക്കം. അപ്പോൾ അതിൻ്റെയൊക്കെ നന്മകൾ ഇനി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. വീടിനൊക്കെ മിസ് ചെയ്ത് കണ്ട അതൊക്കെ വീട്ടുകാരൊക്കെ മിസ് ചെയ്തിരിക്കുക നമ്മുടെ അണ്ണന്മാർ. അപ്പോൾ അവരൊക്കെ ഒരു വേറൊരു ദിവസം നന്നായിട്ട് സാമ്പാറും അവിയലൊക്കെ കൂട്ടി. നാളെ എവിടുന്നാണ് സദ്യ? എവിടുന്ന? ഓഫീസിൽ. ആ പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും ഗംഭീരായിട്ട്. ഒരു നല്ലൊരു ഓണത്തിന്റെ വർഷമാവട്ടെ അല്ലേ? അപ്പോൾ ചേട്ടാ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു. എടുത്ത് പോക്കറ്റിലിടണം. ഈ ഒരു ഓണം നാളില് നല്ലൊരു പാട്ട് കേൾക്കാൻ പറ്റി, അത് ഫാമിലിയോട് അറിയാത്ത കുറെ കുടുംബ വിശേഷങ്ങൾ അറിയാൻ. അതെ, ഞാൻ സത്യം പറഞ്ഞ ചില കാര്യങ്ങൾ എന്റെ ഭാര്യയിൽ നിന്ന് അറിയുന്നത്, എന്റെ ആൽബം ഇഷ്ടപ്പെട്ടതൊക്കെ. അപ്പൊ സന്തോഷം. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളുടെ സ്നേഹവും പരിഭവവും പിണക്കങ്ങളും ഒക്കെ ഇങ്ങനെ തുടരട്ടെ. ഇങ്ങനെ സന്തോഷത്തോടെ ഇനി എല്ലാ ദിവസവും ഓണം പോലെ തന്നെ സന്തോഷിക്കാൻ സാധിക്കും. അല്ല, സന്തോഷം. അപ്പൊ ഹാപ്പി ഓണം എല്ലാവർക്കും. 24 ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വക, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരെയും വക ഒരു ഓണാശംസകൾ. സന്തോഷവും സമാധാനം. ഹാപ്പി ഓണം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.